എല്ലാവർക്കും നമസ്കാരം. എപ്പിസോഡ് 45ന്റെ റിവ്യൂ ആണ്. വീക്കിലി ടാസ്ക് ബി ഹോട്ടൽ. അതിഥികളായിട്ട് വന്നിട്ടുള്ളത് ശോഭ വിശ്വനാഥും ഷിയാസ് കരീമുമാണ്. ടാസ്ക് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് ടാസ്ക് കൊടുത്താലും അത് എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ സീസൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കറക്റ്റായിട്ട് തന്നെ വീട്ടുകാർ ചെയ്തിട്ടുണ്ട്. അതിഥികളുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ വന്ന സമയത്ത് ഓരോരുത്തർക്കും അവിടെ വീട്ടിലുള്ള ഓരോരുത്തർക്കും ഇട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കൊട്ടുന്നത് കണ്ടപ്പോൾ നമുക്ക് ചെറിയൊരു സന്തോഷം. ശരി, ലക്ഷ്മിക്കിട്ട് ചെറിയൊരു രീതിയിൽ കൊട്ടുന്നു, സാബുമാനെ പറയുന്നു, അക്ബറിനെയും ആര്യനെയൊക്കെ സാരിത്തുമ്പിൽ നടത്തുന്ന രീതിയിൽ നടത്തുന്നു. അപ്പം നമുക്ക് ചെറിയൊരു സന്തോഷം, തരക്കേടില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടല്ലോ എന്ന് കരുതി. പക്ഷേ ടാസ്കിൽ ഉടനീളമുള്ള ഇവരുടെ പെർഫോമൻസ് വിലയിരുത്തിയാൽ ഇവർ അതിഥികളാണെന്നുള്ള കാര്യം മറന്നുപോയിട്ട് രണ്ട് പുതിയ മത്സരാർത്ഥികൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറുമോ ആ തരത്തിലായിരുന്നു പിന്നീട് ഇവരുടെ പെർഫോമൻസ്. അത് ബിഗ് ബോസ് പലതവണ ഈ അതിഥികളോടും വീട്ടുകാരോടും ഇതിങ്ങനെയല്ല കളിക്കേണ്ടത്, നിങ്ങൾ അതിഥികളായി കഴിഞ്ഞാൽ അതിഥികളെ പോലെ പെരുമാറുമെന്നും വീട്ടുകാരോട് അവിടെ ഓരോരുത്തർക്കും തന്നിരിക്കുന്ന ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണോ, തന്നിരിക്കുന്ന ജോലി എന്തൊക്കെയാണോ അത് ചെയ്യുമെന്നും പലതവണ ബിഗ് ബോസ് വിളിച്ച് ഇവരെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ ലൈവിൽ നടന്നിട്ടുള്ള വേറെയും കുറച്ച് കാര്യങ്ങൾ എപ്പിസോഡിൽ ഉൾപ്പെടുത്താമായിരുന്ന പല കാര്യങ്ങളും എപ്പിസോഡിൽ കാണിച്ചിട്ടുമില്ല. ഏതായാലും എല്ലാവരും കൂടി ഈ ടാസ്ക് നല്ല രീതിയിൽ നശിപ്പിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. ഇനി അത്യാവശ്യം നല്ല രീതിയിൽ ആ ക്യാരക്ടർ പിടിച്ചിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിലാഷും നൂറയും. അവർ ബാത്റൂം ക്ലീനിങ് സെക്ഷനായിരുന്നു. അവർ നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം ജോലി അവിടെ എടുത്തിട്ടുണ്ട്. ആ ക്യാരക്ടറായിട്ട് നിന്നിട്ട് തന്നെ ആ ജോലി അവിടെ എടുത്തിട്ടുണ്ട്. അനീഷും ഷാനവാസും പട്ടിപ്പണി എടുത്തു എന്ന് പറയാം. കാരണം ഇന്നലെയൊക്കെ എപ്പിസോഡിൽ ആ ബെഡ്റൂമിൻ്റെ ഇത് കാണിക്കുമ്പം അത് ശരിക്കും അങ്ങനെയായിരുന്നല്ലേ ആ ബെഡ്റൂം എന്നും തോന്നും. കാരണം അത്രയും നീറ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെത് കൂടാതെ അവർ പിന്നെ കിച്ചണിൽ വന്നിട്ട് പാത്രം കഴുകി കൊടുക്കുന്നു. അങ്ങനെ ഈ വന്നിട്ടുള്ള അതിഥികൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു മടിയും കൂടാതെ അനീഷും ഷാനവാസും അവിടെ ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് അനീഷിനെ ആ കാര്യത്തിൽ നല്ല രീതിയിൽ ശോഭ മുതലെടുത്തിട്ടുമുണ്ട്. അനീഷിൻ്റെ മുഖത്ത് മേക്കപ്പൊക്കെ ഇട്ട് കൊടുത്ത് അനീഷിനെ കൊണ്ട് അവിടെയൊക്കെ നടത്തിക്കാം. ശരിക്കും അനീഷിനത് ചെയ്യുന്ന സമയത്ത് അനീഷിനെ സ്റ്റാച്ചു എന്ന് പറഞ്ഞിട്ടാണ് അത് ചെയ്യിപ്പിക്കുന്നത്. അനീഷ് ആ സമയത്ത് ഒരു എതിർപ്പും പറയുന്നില്ല. എന്നാൽ അത് വലിയ ഇഷ്ടത്തോടെ അല്ല ചെയ്തതെന്നുള്ളതാണ് അനീഷിൻ്റെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്നൊക്കെ എനിക്ക് ഇന്നലത്തെ ലൈവൊക്കെ കണ്ടുകൊടുത്തപ്പോൾ മനസ്സിലായത്. എന്നാൽ അനീഷ് അവരുടെ കൂടെ നിന്നിട്ട് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അനീഷ് വിചാരിച്ചിരുന്നത് ഇപ്പം ഇവർ പറയുന്നത് പോലെ കേട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സ്റ്റാർ കിട്ടും. അതിലൊരു ഇഷ്ടക്കേട് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും സ്റ്റാർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം അനീഷിൻ്റെ ഈ നോമിനേഷൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നല്ലോ, അനീഷിന് കൊടുത്തൊരു പണിഷ്മെൻറ്റ്, ഈ വൈൽഡ് കാർഡ്സ് കൊടുത്തത്, അത് റദ്ദാക്കും. ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടുന്നത് അനീഷിനാണെന്നുണ്ടെങ്കിൽ അനീഷിൻ്റെ ആ ഒരു എന്താണ് പറയുക പണിഷ്മെൻറ്റ് പിൻവലിക്കുകയും അനീഷിന് നോമിനേഷൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പം ഇത് മനസ്സിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നു ആ സമയത്ത് അനീഷ് ഒരു എതിർപ്പും പറയാതെ ഇവർ പറയുന്നതൊക്കെ അനുസരിച്ച് നിന്നിട്ടുള്ളത്. പിന്നീട് അർഹതപ്പെട്ട സ്റ്റാർ കിട്ടുന്നില്ല എന്ന് കണ്ട സമയത്ത് എപ്പിസോഡിൻ്റെ അവസാനം കണ്ടതാണ് ഈ മാനേജ്മെൻറ്റിനെതിരെ, അതായത് അതിഥികൾ വന്ന് ഇത്തരത്തിൽ അവിടുത്തെ തൊഴിലാളികളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടും അതിനെതിരെ മാനേജറായിട്ടുള്ള ലക്ഷ്മി പ്രതികരിക്കാത്തതിന് ലക്ഷ്മിക്കെതിരെ പ്രതിഷേധിക്കുന്നതും സമരം ചെയ്യുന്നതും ഒക്കെ കണ്ടതാണ്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് സ്റ്റാറിന് വേണ്ടിയിട്ട് ഒന്നും മിണ്ടാതെ തന്നെ നിന്നിട്ട് പിന്നീട് അത് ഗെയിമായിട്ട് എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം വന്നപ്പോൾ ആ സ്പേസ് ഗെയിമാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ആ ഗെയിമായിട്ട് എടുക്കാൻ പറ്റുന്നൊരു സ്പേസ് വന്നപ്പോൾ അനീഷ് അതവിടെ കൃത്യമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതേപോലെ ഈ മാനേജറായിട്ടുള്ള ലക്ഷ്മീൻ്റെ പെർഫോമൻസും എടുത്തു പറയേണ്ടതാണ്. കാരണം മാനേജറായിട്ട് ലക്ഷ്മി അങ്ങ് ജീവിക്കുമായിരുന്നു. ലക്ഷ്മീൻ്റെ നോർമലി റിയൽ ആയിട്ടുള്ള ക്യാരക്ടറും ആരോടും അങ്ങനെ പ്രത്യേകിച്ച് എമ്പതി ഒന്നും കാണിക്കാത്ത, ഭയങ്കര റൂഡായിട്ട് സംസാരിക്കുന്ന, ചിരിച്ചുള്ള സംസാരങ്ങളൊന്നും ഇല്ലാത്ത കർക്കശക്കാരിയായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനത്തെ അതേ സെയിം ക്യാരക്ടർ തന്നെ ഒരു മാനേജറായിട്ട് കിട്ടിയ സമയത്ത് ലക്ഷ്മി അതിലങ്ങ് ജീവിച്ചു തുടങ്ങി എന്ന് പറയാം. അതേപോലെ ഓണിയിലും ജിഷ്ണും അവർക്ക് കിച്ചൺ ഡ്യൂട്ടിയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ഹാഫ് എന്ന് പറയാൻ പറ്റുന്ന ഇതിൽ ബിഗ് ബോസ് ഇത്രയും തവണയൊക്കെ വിളിച്ച് ഇവരോട് പറഞ്ഞതിന് ശേഷം അവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അവർ ഫുൾ ടൈം കിച്ചണിൽ തന്നെ ആയിരുന്നു. ഇനി ഈ ടാസ്കിലേക്ക് വന്നാൽ ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന ക്യാരക്ടേഴ്സും അവർ പെർഫോം ചെയ്യുന്ന രീതിയും എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ആദില ഹോട്ടൽ ഉടമയുടെ മകള്, അച്ഛൻ്റെ സ്വത്ത് ദൂർത്തടിക്കുന്ന, പണത്തിൻ്റെ പേരിൽ അഹങ്കരിക്കുന്ന, ജീവനക്കാരോട് യാതൊരുവിധ മമതയും ഇല്ലാത്ത പെൺകുട്ടിയാണ്. അച്ഛൻ നൽകുന്ന പോക്കറ്റ് മണിയിൽ വെറുതെ കറങ്ങി നടക്കലാണ് പണി. ഇത്തവണത്തെ ട്രിപ്പിൽ പുതിയൊരു സുഹൃത്തും ഒപ്പം ഉണ്ടാവും. പരമ്പരാഗതമായി കൈമാറ്റം ചെയ്യപ്പെട്ടു വരുന്ന അമൂല്യമായൊരു വസ്തു ആദിലയുടെ കൈകളിലേക്ക് ഇന്ന് വൈകുന്നേരത്തോടെ എത്തും. സാധനം 1 മണിക്കൂർ മുന്നേ പുറപ്പെട്ടിട്ടുണ്ട്. ജനറൽ മാനേജറിൻ്റെ തീരുമാനങ്ങളെ വരെ അട്ടിമറിക്കാൻ സാധിക്കുന്ന ഒരു പവർ ആയിരിക്കും അത്.
പക്ഷേ സാധനം കയ്യിൽ കിട്ടിയാൽ മാത്രമേ പവർ ലഭിക്കുകയുള്ളൂ. ആര്യനാണ് ആദിലേൻ്റെ സുഹൃത്ത്. ജീവിതത്തെ അലസമായി കാണുന്ന കാര്യഗൗരവമില്ലാത്ത ചെറുപ്പക്കാരനാണ്. ആദിലയുടെ സ്വത്തിലാണ് നോട്ടം. ഒരു ഗിറ്റാറിസ്റ്റ് കൂടിയാണ് ആര്യൻ. വൈകുന്നേരങ്ങളിൽ ഹോട്ടലിൽ പാട്ടുപാടി എല്ലാവരുടെയും എൻ്റർടൈൻ ചെയ്യിക്കലാണ് കക്ഷിയുടെ പ്രധാന ഹോബി. ലക്ഷ്മിയാണ് ജനറൽ മാനേജർ. ജീവനക്കാരുടെ പേടി സ്വപ്നമാണ്. ഹോട്ടൽ ഉടമയുടെ വിശ്വസ്തയാണ്. ജോലിയിൽ വളരെ കർക്കശക്കാരിയാണ്. എല്ലാ ദിവസവും രാവിലെ മീറ്റിംഗ് വിളിക്കും. ജോലിയിൽ വീഴ്ച വരുത്തുന്ന ജീവനക്കാരെ ശകാരിക്കുകയും ചെയ്യും. ഹോട്ടലിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഉടമയെ വിളിച്ചറിയിക്കുന്ന പ്രകൃതമാണ് ഇവരുടേത്. ലക്ഷ്മി അതിൽ ജീവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി അനുമോളാണ് മാനേജർ. ഹോട്ടലിൻ്റെ പ്രധാന നടത്തിപ്പുകാരിയാണ്. ജോലിയെപ്പറ്റിയും ജോലിക്കാരെ പറ്റിയും സംസാരിക്കുന്നതിൽ അതീവ താല്പര്യമാണ്. ജനറൽ മാനേജർക്കാണ് മാനേജർ റിപ്പോർട്ട് ചെയ്യേണ്ടത്. പക്ഷേ ജീവനക്കാർ റിപ്പോർട്ട് ചെയ്യേണ്ടത് മാനേജറായ അനുമോളുടെ അടുത്താണ്. അക്ബറും റെനയും അസിസ്റ്റന്റ് മാനേജർമാരാണ്. ജീവനക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു. ഹോട്ടലിലെ ദൈനംദിന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക എന്നതാണ് ഇവരുടെ ജോലി. നെവിൻ ചീഫ് മെഡിക്കൽ ഓഫീസർ. ഹോട്ടലിൽ വരുന്ന അതിഥികളുടെയും ജീവനക്കാരുടെയും ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുന്ന മെഡിക്കൽ ഓഫീസർ. ബിന്നി ഹെഡ് ഷെഫ്. ചൈനയിൽ പോയി പഠിച്ച, അവിടെ 3 റെസ്റ്റോറൻറ്റുകൾ തുടങ്ങി വിജയകരമാക്കിയ, നിരവധി ഭാഷകൾ അറിയാവുന്ന, ലോകമറിയപ്പെടുന്നൊരു ഷെഫാണ് ബിന്നി. ഈ ഹോട്ടലിൻ്റെ സിഗ്നേച്ചർ ഡിഷാണ് സാൻഡ്വിച്ച്. ഹെഡ് ഷെഫ് സാൻഡ്വിച്ച് സ്പെഷ്യലിസ്റ്റ് ആണെങ്കിലും സ്വന്തമായി ഒന്നും പാചകം ചെയ്യാതെ അസിസ്റ്റന്റ് ഷെഫുമാർക്ക് നിർദ്ദേശങ്ങൾ മാത്രം നൽകുന്നു. ഒനിയലും ജിഷിനുമാണ് അസിസ്റ്റന്റ് ഷെഫുമാർ. ഇവര് ഹെഡ് ഷെഫ് ആയിട്ടുള്ള ബിന്നിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രം പാചകം ചെയ്യുന്നു. ജിസേലാണ് സെക്യൂരിറ്റി. AK-47 എന്നാണ് ഇവരുടെ വിളിപ്പേര്. കേരളത്തിൽ നിന്ന് ചെറിയ പ്രായത്തിൽ തന്നെ റഷ്യയിൽ പോയി പരിശീലനം കിട്ടിയ മുൻ റഷ്യൻ കമാൻഡോ. ഇപ്പോൾ ഈ ഹോട്ടലിൻ്റെ സുരക്ഷ മുഴുവനും ഇവരുടെ കയ്യിലാണ്. സെക്യൂരിറ്റി ഓഫീസർ അറിയാതെ ഈ ഹോട്ടലിൽ ഒരു ഈച്ച പോലും കിടക്കില്ല. അതിഥികൾ വരുമ്പോൾ അവരുടെ ബാഗുകൾ എടുത്ത് മെയിൻ ഗേറ്റ് മുതൽ അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുക. ഒരു ദിവസത്തിനിടയിൽ പലതവണ വിസിൽ മുഴങ്ങുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അവരുടെ ആക്ടിവിറ്റികൾ നിർത്തിവെക്കുക. ആ സമയം സെക്യൂരിറ്റി റഷ്യയിൽ നിന്ന് പഠിച്ച ഒരു പാട്ട് പാടി ഹോട്ടലിൽ ആക്ടിവിറ്റി ഏരിയയിലെ ജീവനക്കാരുടെ ബാഗുകൾ പരിശോധിക്കുക. ഷാനവാസും അനീഷും റൂം അസിസ്റ്റന്റ് പ്ലസ് ഹൗസ് കീപ്പിംഗ്. അതിഥികൾ ബെൽ മുഴക്കി ആവശ്യപ്പെടുമ്പോൾ അവർക്ക് വേണ്ട റൂം സർവീസുകൾ ചെയ്തു നൽകുക. മാനേജറിൻ്റെയും അസിസ്റ്റന്റ് മാനേജർമാരുടെയും കണ്ണ് വെട്ടിച്ച് അതിഥികളെ ചാക്കിലാക്കി ടിപ്പ് മേടിച്ചെടുക്കുവാൻ ശ്രമിക്കാറുണ്ട് ഇവർ. രണ്ടുപേരും വമ്പൻ പ്ലാനിംഗ് ഒക്കെയാണ്. എങ്ങനെയാകും എന്നുള്ളത് കണ്ടറിയാം. സാബുമാൻ മാജിക്കൽ പ്രതിമ കണ്ടറിഞ്ഞു കൊടുത്തതാണ്. വീടിന് മുൻപിലെ വരാന്തയിലുള്ള ഒരു മാജിക്കൽ പ്രതിമയാണ് സാബുമാൻ. ഹോട്ടലിനൊരു വിശ്വാസമുണ്ട്. അതായത് ഈ പ്രതിമയ്ക്ക് മുൻപിലുള്ള പോണ്ടിൽ ഒരു കോയിൻ ഇട്ടൊരാഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുമെങ്കിൽ പ്രതിമയുടെ ഒരു കയ്യിലുള്ള വടി മറ്റേ കയ്യിലേക്ക് മാറ്റപ്പെടും. നടക്കാത്ത ആഗ്രഹമാണെങ്കിൽ വടിയുടെ സ്ഥാനം മാറില്ല. 5 മിനിറ്റ് സമയം മാത്രമേ പ്രതിമയ്ക്ക് ആഹാരം കഴിക്കാൻ ലഭിക്കൂ. ഇതിൽ കൂടുതൽ സമയം എടുത്താൽ പ്രതിമയുടെ മാജിക്കൽ പവർ നഷ്ടമാകും. ഇത് നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കേണ്ടത് മാനേജറുടെ കടമയാണ്. നൂറയും അഭിലാഷും ജാനിറ്റേഴ്സ്. ഹോട്ടലിലെ ടോയ്ലറ്റുകൾ കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. അതിഥികൾ ആവശ്യപ്പെടുമ്പോൾ ഉടൻ തന്നെ ടോയ്ലറ്റുകൾ വൃത്തിയാക്കുക. അറിയിപ്പ് ലഭിക്കുന്ന 3 റൗണ്ടുകളിലായി ജീവനക്കാരുടെ ജോലിയിലെ മികവിൻ്റെ അടിസ്ഥാനത്തിലും അതിഥികളുടെ ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിലും ജീവനക്കാർക്ക് സ്റ്റാർ നൽകുന്നത് ജനറൽ മാനേജറായിട്ടുള്ള ലക്ഷ്മിയാണ്. ഓരോ റൗണ്ടിലും 10 സ്റ്റാറുകൾ വീതം ജനറൽ മാനേജറുടെ കൈവശം വിതരണം ചെയ്യാൻ ലഭിക്കുന്നതാണ്. മാജിക്കൽ പ്രതിമയ്ക്കും ആവശ്യമെങ്കിൽ സ്റ്റാർ നൽകാവുന്നതാണ്. ജനറൽ മാനേജർ, ഹോട്ടൽ ഉടമയുടെ മകൾ, മകളുടെ സുഹൃത്ത് എന്നിവരിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ഒരാൾ ക്യാപ്റ്റൻസി മത്സരാർത്ഥിയായി നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടും. അതായത് ആദില, ആര്യൻ, ലക്ഷ്മി ഇവർ 3 പേരിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരെ നേരിട്ട് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇത് ബിഗ് ബോസിൻ്റെ ക്ലാസിക്കൽ ടാസ്കുകളിൽ ഒന്നാണ് എന്ന്. കയ്യാങ്കളി കാണിച്ചും അക്രമം കാണിച്ചും നശിപ്പിക്കരുത് എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനീഷിനും അക്ബറിനും ഈ വൈൽഡ് കാർഡ്സിൻ്റെ വലിയ പണിയിലൂടെ അവർക്ക് പണിഷ്മെൻറ്റ് കിട്ടിയിരുന്നല്ലോ. അനീഷിന് നോമിനേഷൻ ചെയ്യാൻ പാടില്ല എന്നുള്ളതും അക്ബറിന് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാൻ പാടില്ല എന്നുള്ളതും. അപ്പോൾ ഈ ടാസ്ക് അവസാനിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർ ലഭിക്കുന്ന ആൾക്ക് അവരുടെ ആ പണിഷ്മെൻറ്റ് റദ്ദാക്കും. അതുപോലെ 2 പേർക്കും ഈക്വലായിട്ടാണ് സ്റ്റാറുകൾ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ 2 പേരുടെയും ഈ പണിഷ്മെൻറ്റ് റദ്ദാക്കപ്പെടും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ടാസ്ക് ആരംഭിക്കുകയാണ്. അതിഥികളായിട്ട് ഷിയാസ് കരീമും ശോഭ വിശ്വനാഥും വരികയാണ്. അപ്പോൾ ശോഭ വരുന്ന പാടെ തന്നെ ലക്ഷ്മീനെ അങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല. ലക്ഷ്മി പറയുന്നൊന്നും കേൾക്കാതെ ലക്ഷ്മി അടുത്ത് വരുന്ന സമയത്ത് ഭയങ്കര ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആവുന്നത് പോലെയൊക്കെ, ഇറിറ്റേഷൻ വരുന്നത് പോലെയൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്.
അത് കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് പോയി കുളിച്ചിട്ട് വരൂ, നിങ്ങൾ അടുത്ത് വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര അലർജി ആയിട്ട് ഫീൽ ചെയ്യുന്നു, നല്ലപോലെ തേച്ചൊരച്ച് അഴുക്കൊക്കെ കളഞ്ഞിട്ട് വരുമെന്നും പറഞ്ഞ് ലക്ഷ്മീനെ കുളിക്കാനായിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അതും കൂടാതെ ലക്ഷ്മീനെ കൊണ്ട് അവിടെ തറയൊക്കെ തുടപ്പിക്കുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഈ LGBTQ+ കമ്മ്യൂണിറ്റിനെ പറ്റിയും അതുപോലെ തന്നെ ആദിലെ നൂറേനോട് ലക്ഷ്മി പറഞ്ഞതിനെ പറ്റിയും ഒക്കെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ലക്ഷ്മിക്കിട്ട് തിരിച്ച് കൊട്ടുകൊടുക്കുന്നുണ്ട്. ആദിലേനെയും നൂറേനെയും കൂടെ പ്രപ്പോസ് ചെയ്യിപ്പിക്കുന്നു. ശരിക്കും ഇവർ ഈ ക്യാരക്ടർ എന്താണെന്നും ഇവരെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ മറന്നതിന് ശേഷം എല്ലാവരും കൂടെ ഈ ശോഭേൻ്റെ വട്ടം കൂടി നിന്നിട്ട് എന്തൊക്കെയോ ഒക്കെ കാണിച്ചു കൂട്ടുകയാണ്. അപ്പോൾ ശോഭയും അവിടെ വന്ന് കുറേ കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്, പ്ലാൻ ചെയ്ത് വന്നിട്ടുണ്ട്. അതവിടെ നടപ്പാക്കുക എന്നുള്ളതാണ് ശോഭയും അപ്പോൾ ഷിയാസും ഒക്കെ അവിടെ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഇതൊരു ഹോട്ടലാണ്, ഹോട്ടലിലേക്ക് വന്നിട്ടുള്ള അതിഥികളെ പോലെയൊന്നുമല്ല ഇവർ രണ്ടുപേരും പെരുമാറിയിട്ടുള്ളത്. വീട്ടുകാരാവട്ടെ അവർക്ക് എന്തൊക്കെയാണ് ക്യാരക്ടർ കൊടുത്തിട്ടുള്ളത്, അത് ഏതൊക്കെ രീതിയിലാണ് പെർഫോം ചെയ്യേണ്ടതെന്നും ഒക്കെ അവരും മറന്നുപോയി. അങ്ങനെ പലതവണ ബിഗ് ബോസ് വിളിച്ച് വരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇതിങ്ങനെയൊന്നും അല്ല കളിക്കണ്ടേ എന്നുള്ളത്. ഏതായാലും ഒരു രണ്ടാമത്തെ ഘട്ടം, ഈ ടാസ്കിൻ്റെ ആദ്യത്തെ ഘട്ടം ഇവരങ്ങനെ നശിപ്പിച്ച് കൊളാക്കി. രണ്ടാമത്തെ ഘട്ടത്തിൽ അത്യാവശ്യം എല്ലാവരും ഓരോരുത്തരുടെ ക്യാരക്ടറൊക്കെ പിടിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിൽ ആര്യൻ്റെ ക്യാരക്ടർ ആദിലേൻ്റെ ഫ്രണ്ടായിട്ടാണ്. പക്ഷേ ആര്യൻ എപ്പോൾ നോക്കിയാലും ജിസേലിൻ്റെ കൂടെയാണ്. അതിൽ ആര്യനെ ശോഭേൻ്റെ സാരിത്തുമ്പൊക്കെ പിടിപ്പിച്ച് കുറേ നേരം നടത്തുന്നു, അക്ബറിനെ സാരിത്തുമ്പൊക്കെ പിടിപ്പിച്ച് കുറേ നേരം നടത്തുന്നു. അതിനിടയ്ക്ക് ഷിയാസ് വന്നിട്ട് നമ്മുടെ അനുമോളുടെ പ്ലാച്ചീനെ എടുത്ത് പുറത്തേക്ക് കളയുന്നുണ്ട്. അതിൻ്റെ പേരിൽ അനുമോൾ അവിടെ കിടന്ന് വാവിട്ട് കരയുന്നു, ഡ്രസ്സിംഗ് റൂമിൽ പോയിരുന്ന് കുറേ നേരം കരയുന്നുണ്ട്. ശോഭ അതിൽ പോയിരുന്ന് അനുമോളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അനുമോൾ ആ സങ്കടമൊക്കെ ഉള്ളിൽ ഒതുക്കി തിരിച്ച് പിന്നെ മാനേജർ എന്നുള്ള ഒരു ക്യാരക്ടറിലേക്ക് വന്ന് അവിടെ പെർഫോം ചെയ്യുന്നു. അങ്ങനെ ആദ്യത്തെ ഒരു റൗണ്ട് ഇങ്ങനെ കഴിഞ്ഞ സമയത്ത് ബിഗ് ബോസ് വിളിച്ചിട്ട് ജനറൽ മാനേജറായിട്ടുള്ള ലക്ഷ്മീൻ്റെ അടുത്ത് പറയാണ് ജീവനക്കാരുടെ പെർഫോമൻസിനനുസരിച്ചിട്ട് ഈ സ്റ്റാറുകൾ കൊടുക്കാനായിട്ട്. എന്നാൽ മാനേജറായിട്ടുള്ള ലക്ഷ്മിയുടെ ആയിരിക്കും ആർക്കൊക്കെ എത്രയൊക്കെ കോയിൻ കൊടുക്കണമെന്നുള്ള അന്തിമ തീരുമാനം. എന്നാലും ഈ വന്നിട്ടുള്ള ഗസ്റ്റുകളുടെ റിവ്യൂവും കൂടെ കണക്കിലെടുക്കാം. അതിൽ വാഷ്റൂം ക്ലീൻ ചെയ്യാൻ നിന്നിട്ടുള്ള നൂറയ്ക്കും അഭിലാഷിനും അവരാണ് ഏറ്റവും നന്നായിട്ട് അവിടെ ക്ലീൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് നൂറയ്ക്കും അഭിലാഷിനും ഓരോ സ്റ്റാറുകൾ വീതം കൊടുക്കുന്നു. പിന്നീട് ഒണീലിനും ജിഷിനും കൊടുക്കുന്നു. ഷിയാസിനാണെങ്കിൽ അനീഷിനും ഷാനവാസിനും ഈ സ്റ്റാർ കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ ആദ്യം ശോഭ സമ്മതിച്ചില്ല, ശോഭയ്ക്ക് താല്പര്യമില്ല ഇവർക്ക് കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നെവിനും കൊടുത്തതിന് ശേഷമാണ് ഷാനവാസിനും അനീഷിനും ഓരോ കോയിൻസ് വീതം കൊടുക്കുന്നത്. ശരിക്കും അനീഷും ഷാനവാസും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെ മാക്സിമം അവിടെ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാർ ആ ക്യാരക്ടർ പിടിച്ചിട്ട് അവർക്ക് ആ ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന ക്യാരക്ടർ എന്താണോ അത് പിടിച്ചിട്ട് കറക്റ്റായിട്ട് തന്നെ അവിടെ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് അനുമോൾക്ക് ഒരു സ്റ്റാർ കൊടുക്കുന്നുണ്ട്. കാരണം പ്ലാച്ച് പോയ സങ്കടത്തിലും മാനേജറായിട്ട് പെർഫോം ചെയ്തു എന്നുള്ള രീതിയിൽ ഓരോരുത്തർക്കും കോയിൻസ് ഈ സ്റ്റാർ കൊടുക്കുന്ന സമയത്തും ബിന്നീൻ്റെ മുഖം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ബിന്നിക്ക് നല്ല ദേഷ്യമുണ്ട്. ബിന്നിക്കാണെങ്കിൽ ഒരു സ്റ്റാറും കൊടുത്തിട്ടുമില്ല. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ബിന്നി എഴുന്നേറ്റ് വന്നിട്ട് പറയാണ് വെസൽ ആകെ ക്ലീൻ ചെയ്യാനായിട്ട് ആളെ കിട്ടിയിട്ടില്ല, അവിടെ ആകെ വൃത്തികേടായിട്ട് കിടക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ വെസൽ ക്ലീനിങ്ങിലേക്ക് ഷാനവാസിനെയോ അനീഷിനെയോ ഇട്ട് തരണം എന്ന് പറയുന്നുണ്ട്. അപ്പം അക്ബർ പറയുന്നു ഈ ഷെഫായിട്ടുള്ള ഹെഡ് ഷെഫാണല്ലോ ബിന്നി, അപ്പോൾ ആ ഷെഫ് നല്ല രീതിയിലല്ല പെരുമാറിയിരിക്കുന്നത്. ഈ ഗസ്റ്റുകൾ വന്ന സമയത്ത് ഈ ഹോളിലേക്കൊക്കെ നിന്നിട്ടാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? ഏതെങ്കിലും ഹോട്ടലിലെ ഷെഫുമാർ അങ്ങനെ വന്ന് നിൽക്കുമോ എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. അപ്പോൾ ഒരു കോയിൻ ആദ്യം ശോഭ, അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല, ഒരു കോയിൻ ആദ്യം ആര്യനാണ് കൊടുക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ എല്ലാവരും പറയുന്നുണ്ട് ശോഭ അവിടെ വന്നിട്ട് ഫേവറേറ്റിസം കാണിച്ചു എന്നുള്ളത്. ജിസേലിനും ആര്യൻ്റെയും ഗെയിം ശരിയാക്കാനും അവരെ നേരെ നടത്താനുമാണ് ശോഭ കൂടുതലും അവിടെ ശ്രമിച്ചിട്ടുള്ളത്. ഏതായാലും ആര്യനാണ് ആദ്യം കോയിൻ കൊടുക്കുന്നത്. പക്ഷേ ആര്യൻ ഈ മുതലാളിയുടെ മകളായിട്ടുള്ള ആദിലേൻ്റെ ഫ്രണ്ടായിട്ടുള്ള ആര്യനും ജനറൽ മാനേജറായിട്ടുള്ള ലക്ഷ്മിക്കും ഈ സ്റ്റാറുകൾ കൊടുക്കാൻ പാടില്ല. കാരണം അവരുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 3 പേരിൽ ഒരാളെ നേരിട്ട് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആര്യന് കൊടുത്ത സ്റ്റാർ തിരിച്ചു മേടിച്ചിട്ട് അത് അക്ബറിന് കൊടുക്കുന്നു. പിന്നീട് സാബുമാനാണ് ഒരു സ്റ്റാർ കൊടുക്കുന്നത്. ഈ സാബുമാനെ പറ്റിയൊന്നും പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ സ്റ്റാർ കൊടുക്കുന്ന സമയത്ത് ശോഭ പറയുന്നത് സാബുമാൻ്റെ മുഖത്ത് വെച്ചിരിക്കുന്ന മാസ്ക് പെർഫോം ചെയ്തത് കൊണ്ടാണ് എന്നാണ്. ശോഭയും ഷിയാസൊക്കെ വന്ന സമയം മുതലേ അത്യാവശ്യം നല്ല രീതിയിൽ സാബുമാനിട്ടും കൊട്ടുന്നുണ്ട്. വാതുറന്ന് സംസാരിക്കണം, എല്ലാത്തിനും പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഈ സാബുമാനെ പോലൊരാളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള പെരുമാറ്റമായാലും സംസാര രീതിയായാലും ഒക്കെ കാണുമ്പോൾ ഇവർക്ക് മനസ്സിലാവുമല്ലോ ഇയാളെ ബിഗ് ബോസിലേക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെയാണല്ലോ ഇവർ ഓരോരുത്തരെയും ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്ത് തരം ഇൻ്റർവ്യൂ ആണ് ഇവർ നടത്തുന്നത്? അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം സാബുമാൻ ബിഗ് ബോസിലേക്ക് വരുന്നു. പക്ഷേ സാബുമാനായിട്ടല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. സാബുമാൻ്റെ ക്യാരക്ടർ അങ്ങനെയായിരിക്കും, എല്ലാ കാര്യത്തിലും പോയി ഇടപെടുകയും ഉറക്കെ സംസാരിക്കുന്ന ഒരു പ്രകൃതി ആയിരിക്കത്തില്ല. അപ്പം ഇല്ലാത്തത് ഞെക്കി പഠിപ്പിച്ചൊന്നും വരുത്താനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ
കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ സാബുമാനോട് എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് വല്ല ബോധമുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ തന്നെ എന്തിനാണ് സാബുമാനെ പോലൊരാളെ ബിഗ് ബോസിലേക്ക് എടുത്തതെന്നുള്ളൊരു മറുചോദ്യം ഉണ്ടാവും. കാരണം അല്ലെങ്കിൽ പിന്നെ എന്ത് തരം ഇൻ്റർവ്യൂ ആണ്? ഇപ്പോൾ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സാബുമാൻ മറുപടി പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സാബുമാനെ പോലൊരാൾ ബിഗ് ബോസിലേക്ക് വരാനായിട്ടോ അല്ലെങ്കിൽ അവിടെ പെർഫോം ചെയ്യാൻ പറ്റുന്ന തരത്തിലോ ഉള്ളൊരു ക്യാരക്ടറുള്ള ഒരാളല്ല എന്നുള്ളത്. അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്ത് സെലക്ഷൻ കൊടുത്തതിന് ശേഷം സാബുമാൻ അവിടെ വന്ന് കഴിഞ്ഞിട്ട് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൽ എത്രത്തോളം അർത്ഥമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അയാൾക്ക് അയാളായിട്ടല്ലേ നിൽക്കാൻ പറ്റുള്ളൂ, അയാളെ കൊണ്ട് പറ്റുന്നതല്ലേ അയാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ വൈൽഡ് കാർഡ്സിനെ എടുത്തത് കൊണ്ട് അവിടെ നേരത്തെ പോകേണ്ടിയിരുന്ന കുറേ ആൾക്കാർ, ആദ്യം തൊട്ടുള്ള ആൾക്കാർ കുറേ ആൾക്കാർ സേഫായി. അതാണിപ്പോൾ ഇവരെ കൊണ്ടുള്ളൊരു ഗുണമായിട്ട് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ സ്റ്റാറൊക്കെ കൊടുത്തതിന് ശേഷം ശോഭ നമ്മുടെ ബെഡ്റൂമിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ കുതിച്ച് ചാടുന്ന ബെഡ് വേണം, എനിക്ക് ഈ സിംഗിൾ ബെഡൊന്നും പോരാ, കിങ് സൈസ് ബെഡ് വേണമെന്ന് പറഞ്ഞിട്ട് അനുമോളുടെയും അനീഷിൻ്റെയും ബെഡുകൾ ഒരുമിച്ച് ആക്കാനായിട്ട് പറയുന്നു. അവിടെയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനും ഓരോരുത്തരുടെയും കബോർഡൊക്കെ ഒഴിപ്പിക്കാനും ഒക്കെ അത് പറയുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് ജിസേലിനെ കഴിവ് തെളിയിപ്പിക്കാൻ വേണ്ടിയിട്ട് അനീഷിനെ സ്റ്റാച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ട് അനീഷിൻ്റെ മുഖത്ത് മേക്കപ്പ് ഇടുന്നു. അതിനുശേഷം അനീഷും ശോഭയും കൂടെ റാമ്പാക്ക് ചെയ്യുന്നു, അക്ബർ പാട്ട് പാടുന്നു. അപ്പോൾ അതിലൊക്കെ അനീഷ് സഹകരിക്കുന്നുണ്ട്. പക്ഷേ ആ തുടക്കത്തിൽ തന്നെ ആ ഒരു ഇഷ്ടക്കേടും അനീഷിൻ്റെ മുഖത്തുണ്ടായിരുന്നു താനും. അത് ഷാനവാസും പറയുന്നുണ്ട്, അവനത് ഇഷ്ടപ്പെടത്തില്ല, എന്നാലും നിങ്ങൾ പറയുന്നത് കൊണ്ട് നിന്ന് തരുന്നതാണ് എന്നൊക്കെ ശോഭേൻ്റെ അടുത്ത് ഷാനവാസ് വന്ന് പറയുന്നുണ്ട്. അക്ബർ പോയിട്ട് മാനേജറായിട്ടുള്ള ലക്ഷ്മീൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്ന് അക്ബർ തന്നെ ഈ അനീഷും ലക്ഷ്മിയും തമ്മിലുള്ളൊരു അവസാനത്തെ വഴക്കിനിടയ്ക്ക് വന്ന് പറയുന്നുണ്ട്. ഞാനും പറഞ്ഞതാണ് വന്ന് മാഡത്തിൻ്റെ അടുത്ത് അവിടെ റാഗ് ചെയ്യുന്നു, നിങ്ങളുടെ തൊഴിലാളികളെ റാഗ് ചെയ്യുന്നുണ്ട്, പോയി ഇടപെടാൻ പറഞ്ഞതാണ്, പക്ഷേ ലക്ഷ്മി അപ്പം ഇടപെട്ടില്ല എന്നുള്ളത് അക്ബറും അവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അനുമോളെയും ജിസേൽ എന്ത് ചെയ്യുന്നു, യക്ഷിയാക്കിയിട്ട് മുഖത്തൊക്കെ മേക്കപ്പ് ചെയ്ത് യക്ഷീനെ പോലെ ഒരുക്കുന്നുണ്ട്. പക്ഷേ അനുമോൾക്ക് അതിൽ കംപ്ലൈൻ്റ് ഒന്നുമില്ല, അനുമോൾ അതിനോട് സഹകരിച്ച് തന്നെ നല്ല രീതിയിൽ അതൊരു കോമഡി ആക്കിയിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. ഏതായാലും ഇവരുടെ ഈ പെർഫോമൻസിനൊക്കെ ശേഷം ബിഗ് ബോസ് വീണ്ടും മാനേജറായിട്ടുള്ള ലക്ഷ്മീൻ്റെ അടുത്ത് കോയിൻസ് പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ ആദ്യം തന്നെ അനീഷിനും ഷാനവാസിനും ഓരോ കോയിൻ വീതം കൊടുക്കുന്നുണ്ട്. ആ സമയത്തും ശോഭ ഒരു എതിർപ്പോടെ പറയുന്നുണ്ട്. പിന്നീട് ഒണീലിനും ജിഷിനും കിച്ചൺ ടീമിലുള്ളവർക്ക് 2 കോയിൻസ് വീതം ഓരോരുത്തർക്ക് കൊടുക്കുന്നു. ബിന്നിക്ക് 1 കോയിൻ കൊടുക്കുന്നു, ജിസേലിന് 2 കോയിൻ കൊടുക്കുന്നു. ജിസേൽ ആകെ അവിടെ ചെയ്തത്, ജിസേലിൻ്റെ പെർഫോമൻസ് എപ്പിസോഡിലിട്ട് കാണിച്ചിട്ടുമില്ല, കാരണം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് പോലുള്ള ഒരു സമയത്ത് ജിസേൽ എന്ത് ചെയ്യുന്നു, ഈ തോക്കും പിടിച്ചുകൊണ്ട് ഓരോരുത്തരെ ഇങ്ങനെ ചെക്ക് ചെയ്യണം. അതാണ് ജിസേൽ ചെയ്തിട്ടുള്ള ആകെ ഒരു പെർഫോമൻസ്. അതിൽ ജിസേലിന് 2 കോയിൻ കൊടുക്കുന്നു, റെനയ്ക്ക് 1 കോയിൻ കൊടുക്കുന്നു. അങ്ങനെ ഈ സ്റ്റാറൊക്കെ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം അക്ബർ അവിടെ പറയുകയാണ് ഈ കിച്ചൺ ടീമിന് 2 സ്റ്റാർ കൊടുത്തതിനെതിരെയും. അപ്പോൾ അക്ബറിന് രണ്ടാമത്തെ റൗണ്ടിൽ ഈ സ്റ്റാറുകളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ കിച്ചൺ ടീമിന് 2 സ്റ്റാർ വീതം കൊടുത്തതിനെതിരെ അക്ബറും അഭിലാഷും അതുപോലെ നൂറയൊക്കെ കൂടെ സംസാരിക്കുന്നു. നൂറയ്ക്കും അഭിലാഷിനൊന്നും സ്റ്റാറുകൾ കൊടുത്തിട്ടേ ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം പോലും മര്യാദയ്ക്ക് കിട്ടിയിട്ടില്ല, എന്നിട്ടും അവർക്ക് 2 സ്റ്റാർ വീതം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. ഞങ്ങൾ ഇനി ഡ്യൂട്ടി ചെയ്യില്ല, കാരണം ഞങ്ങൾ ചെയ്താലും അർഹിക്കുന്ന കൂലിയൊന്നും കിട്ടാത്തത് കൊണ്ട് ഇത് ചെയ്യില്ല എന്ന് പറയുന്നു. അങ്ങനെ അതിനുശേഷം ഈ ഹോട്ടൽ ഉടമയുടെ മകൾക്കൊരു പവർ ഉണ്ടല്ലോ, ഒരു ഡയമണ്ട് പോലത്തെ ഒരു ഇത് കൊടുക്കുന്നുണ്ട്. അതായത് ഈ ജനറൽ മാനേജറായിട്ടുള്ള ലക്ഷ്മി എടുത്തിട്ടുള്ള തീരുമാനങ്ങളെ അട്ടിമറിക്കാൻ പറ്റുന്ന, ഒരു തീരുമാനത്തെ അട്ടിമറിക്കാൻ പറ്റുന്ന പവർ അതിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ അതിൽ ആദില ചൂസ് ചെയ്യുന്നത് ലക്ഷ്മി. സത്യത്തിൽ ഈ ആദില വന്നിട്ട് ലൈവിൽ കണ്ടാണ് കേട്ടോ, കുറേ സമയം എടുത്തു അത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ക്യാരക്ടറിൽ നിൽക്കുന്ന ആദിലയ്ക്ക് ഒന്ന് ആ ടാസ്ക് ലെറ്ററിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലൊരു പവർ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത്. അപ്പം തന്നെ അവിടെ ഒന്ന് ആലോചിച്ച് പ്ലാൻ ചെയ്ത് അവിടെ ഒരു ഗെയിം കളിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തൊക്കെ അതിലേക്ക് വെക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയുള്ളൊരു എഫേർട്ടൊന്നും എടുത്തില്ല. ഏതായാലും ആദില അവിടെ ചൂസ് ചെയ്യുന്നത്, ലക്ഷ്മി ആദിലേൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇവിടെ മുതലാളീൻ്റെ അടുത്താണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നത്, മുതലാളിയുടെ മകൾ എന്നുള്ള നിലയ്ക്കൊന്നും ഞാൻ വലിയ വിലയൊന്നും കൊടുക്കത്തില്ല എന്നുള്ളത്. അപ്പോൾ ആ തീരുമാനം ലക്ഷ്മീൻ്റെ അങ്ങനെ എടുത്ത ഈ മുതലാളിയുടെ മകൾ എന്നുള്ള നിലയ്ക്ക് ആദിലേനെ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ള ലക്ഷ്മീൻ്റെ തീരുമാനത്തെ റദ്ദ് ചെയ്യണം എന്ന് പറയുന്നു. അങ്ങനെ ആ തീരുമാനം റദ്ദാക്കപ്പെടുന്നു. അങ്ങനെ ആദില അവിടുന്ന് സംസാരിച്ച് പോയതിന് ശേഷം ഷാനവാസും അനീഷും കൂടെ അവിടെ വന്നെന്ന് സംസാരിക്കുകയാണ്. ഞങ്ങളാണ് ഈ ഹോട്ടലിൽ ഏറ്റവും ആത്മാർത്ഥതയോടെ ഏറ്റവും കൂടുതൽ പണി ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അപ്പോൾ ആരും അതിലെതിരെ അഭിപ്രായവും പറയുന്നില്ല. എന്നിട്ടും ഞങ്ങൾക്ക് അർഹതപ്പെട്ട സ്റ്റാറുകൾ ലഭിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് ഉന്നയിക്കുന്നു. അതേ സമയം തന്നെ അനീഷ് അവിടെ പറയുകയാണ്, ഇവിടെ അതിഥികളായിട്ട് വന്നിട്ടുള്ള ശോഭ മേഡം എന്നെ വളരെ ക്രൂരമായിട്ടുള്ള
രീതിയിൽ, ഒരു മനുഷ്യനോടും ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ എൻ്റെ മുഖത്തിങ്ങനെ മേക്കപ്പ് ഒക്കെ വരച്ച് എന്നെ ഒരു കോമാളിനെ പോലെ ഇവിടെയൊക്കെ കൊണ്ടു നടന്നിട്ട് ജനറൽ മാനേജറായിട്ടുള്ള ലക്ഷ്മി അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ അക്ബറും അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാനും മേഡത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ് അവിടെ ഒരു തൊഴിലാളിനെ റാഗ് ചെയ്യുന്നുണ്ട് എന്ന്, പക്ഷേ മേഡം അത് ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നു. അപ്പോൾ അനീഷ ലക്ഷ്മീൻ്റെ അടുത്ത് പറയുകയാണ്, ഇത്തരത്തിൽ അപമാനിച്ചിട്ടും നിങ്ങളൊരു അക്ഷരം മിണ്ടിയിട്ടില്ല, നിങ്ങളായിരുന്നു ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടിയിരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മീൻ്റെ അടുത്ത് ശക്തമായിട്ട് തന്നെ ഇതിനെതിരെ പ്രതിഷേധിക്കുകയാണ്. അപ്പോൾ അനീഷ് ഇതിൽ ഈ ഗെയിമാണ് കളിച്ചതെന്ന് ഞാൻ പറയാൻ കാരണം, ഈ ഹോട്ടൽ ടാസ്ക് എന്ന് പറയുന്ന അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് തന്നെയാണ് അനീഷ് ഈ കാര്യങ്ങളൊക്കെ അവിടെ അവതരിപ്പിക്കുന്നത്. ഹോട്ടലിൽ ജീവനക്കാർക്ക് നേരെ വന്നിട്ടുള്ള ഒരു അക്രമത്തിന് മാനേജ്മെൻറ്റ് ഇടപെട്ടില്ല, അപ്പോൾ അതിനെതിരെ സമരം ചെയ്യുന്നു എന്നൊക്കെ ഉള്ളൊരു രീതിയിലാണ് അനീഷ് അവിടെ അത് പെർഫോം ചെയ്യുന്നത്. അപ്പം ലക്ഷ്മി പറയുന്നത് അനീഷിന് കൂടുതൽ സ്റ്റാർ കിട്ടിയാലേ അനീഷിന് ഈ ഞങ്ങൾ കൊടുത്തിട്ടുള്ള വൈൽഡ് കാർഡുകൾ കൊടുത്തിട്ടുള്ള പണിഷ്മെൻറ്റ് റദ്ദാക്കുള്ളൂ, അത് കിട്ടാത്തതിൻ്റെ പേരിലാണ് അനീഷ് അതങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ് ലക്ഷ്മി അവിടെ സംസാരിക്കുന്നത്. ഏതായാലും അനീഷ് ആ നിന്ന നിപ്പിൽ തന്നെ ഞാൻ ഭക്ഷണം കഴിക്കില്ല, സമരത്തിലാണ് എന്ന് പറഞ്ഞിട്ട് വെളുപ്പാങ്കാലം വരെ ആ ഇതിൽ തന്നെ നിൽക്കുകയാണ്. അതിൽ ഷിയാസ് പോയിട്ട് ഒരുവിധം അനീഷിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഷിയാസ് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അനീഷ് അത് വാങ്ങി കഴിക്കുന്നുണ്ട്. അതിനുശേഷം ഗുഡ് നൈറ്റ് പറഞ്ഞു പോകുമ്പോൾ ഷിയാസിന് മാത്രം ഗുഡ് നൈറ്റ് പറയുന്നു, ശോഭേൻ്റെ അടുത്ത് മിണ്ടുന്നില്ല. അങ്ങനെ ഇവർക്ക് ആക്ടിവിറ്റി റൂമിലാണ് കിടക്കാനായിട്ട്, അതായത് തൊഴിലാളികൾക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് ആക്ടിവിറ്റി റൂമിലാണ് കിടക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. മുതലാളിയുടെ മകളും ഫ്രണ്ടിനും പിന്നെ ഈ വന്നിട്ടുള്ള അതിഥികൾക്ക് മാത്രമാണ് വീടിൻ്റെ ഉള്ളിൽ കിടക്കാനുള്ള ഒരു സൗകര്യമുള്ളത്. അങ്ങനെ ഗുഡ് നൈറ്റ് ശോഭേൻ്റെ അടുത്ത് പറയാത്തപ്പോൾ തൊട്ട് ശോഭയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ആക്ടിവിറ്റി റൂമിലേക്ക് ശോഭ പോയിട്ട് അനീഷിനോട് പറയുകയാണ്, എനിക്ക് സംസാരിക്കണം, ഒന്ന് പുറത്തേക്ക് വരുമോ എന്ന് പറയുന്നു. അനീഷ് അങ്ങനെ പുറത്തേക്ക് വരുന്നു. അനീഷിൻ്റെ അടുത്ത് ശോഭ പറയുന്നു, ഞാൻ അങ്ങനെ അപ്പം തമാശയായിട്ടാണ് ചെയ്തത്, നിങ്ങൾ അപ്പോൾ ഏത് സാഹചര്യത്തിലായാലും നിങ്ങൾ അപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ നോ പറയണമായിരുന്നു, അപ്പോൾ അവിടെ നിങ്ങളൊന്നും പറഞ്ഞില്ല. ശരി, നിങ്ങൾക്ക് പിന്നീടാണ് അത് പ്രോസസ്സ് ചെയ്തെടുത്ത് പിന്നീടാണ് നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയതെന്നുണ്ടെങ്കിൽ ശോഭ സോറി പറയുന്നു എന്ന് പറയുന്നു. അപ്പോൾ അനീഷും പറയുന്നു, എൻ്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനും സോറി പറയുന്നു എന്ന് പറയുന്നു. അങ്ങനെ രണ്ടുപേരും ഹഗ് ചെയ്തിട്ട് ശോഭ അവിടെ ഇരുന്ന് കരയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ടാസ്ക് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അനീഷാണ് അവിടെ അങ്ങനത്തെ ഒരു ഗെയിം എന്നുള്ളൊരു സാധ്യത ഉപയോഗിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് 45-ാമത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്.